ഐ ലവ് യു. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഐ ലവ് പറയാം. തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരും. ഹലോ, ഇത് ലൗഡ് സ്പീക്കർ എനിക്കറിയണ്ടേ. ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ആ ഹലോ, പറഞ്ഞോ. ഐ ലവ് യു. ഹലോ, എന്തിനാ സ്നേഹം വൈഫിന്റെ അടുത്ത്? ഇതൊക്കെ ഉള്ളതാണോ? അതെ, നമ്മളൊരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് വൈഫിന്. വൈഫ് ജയിച്ചിരിക്കുകയാണ്. വീഡിയോ കോൾ വരാൻ താല്പര്യമുണ്ടോ? ഓക്കെ, ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഹസ്ബൻഡിനോട് ഐ ലവ് യു പറഞ്ഞപ്പം തിരിച്ച് ഒരു ഇതില്ലാതെ ഐ ലവ് യു തിരിച്ചു പറഞ്ഞു. അത്ര സ്നേഹം നിങ്ങൾ തമ്മിൽ? അതൊരു സംശയം. ഹസ്ബൻഡിന്റെ അടുക്കലല്ലേ പറഞ്ഞു, അപ്പൊ ഓൾറെഡി പറയുമല്ലോ തിരിച്ച്. അല്ല, ഞങ്ങൾ ചിലടത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോലും ഇല്ല. എന്താ ചോദിച്ചത്? എന്താ പെട്ടെന്താ വലിയ സ്നേഹം എന്നൊക്കെയാണ് ചോദിച്ചത്. ഇതൊന്നുമില്ല, ചോദിച്ചതിന്റെ പുറകെ തന്നെ ഐ ലവ് യു എന്ന്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വകയല്ല ഇത്. ഇത് ആരുടെ വകയെന്നറിയോ? ആ കാണുന്ന മനുഷ്യന്റെ. അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. കോൾ മീ DK. ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഹസ്ബൻഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണിത്. ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നും പറയില്ല കിട്ടിയിട്ട് ഉണ്ട്. എന്താ പറയാ, വാക്കുകൾ കിട്ടുന്നില്ല. ഗിഫ്റ്റ് ആയിട്ട് ഹാപ്പി ആയോ? എല്ലാം വൺ പ്ലാനിങ്ങാ. ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ടു. ഞങ്ങളോട് നിന്നു. നമ്മുടെ കോൾമി DKയിലും ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ വാലന്റൈൻസ് ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമുക്ക് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചേട്ടനോട്. ഇതുപോലത്തെ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണണമെങ്കിൽ ഡു ഫോളോ കോൾ മീ DK. ഗുഡ് ബൈ. ഇല്ല, അത് കുഴപ്പമില്ല. അവർക്ക് കൊടുക്കും, പിള്ളേർ കുട്ടികൾക്ക് കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ അല്ലാടാ മോനൂട്ടാ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.